എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവൻ നിങ്ങളെ ഒരിക്കലും വിട്ടുപോകില്ല എന്നതിൻ്റെ അടയാളങ്ങളുണ്ട് എന്നതിനെക്കുറിച്ചാണ്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. ഇവിടെ നിങ്ങൾക്ക് 2 അക്കങ്ങൾ പൈലായി നൽകിയിരിക്കുന്നു. ഏതെങ്കിലും ഒരക്കം നിങ്ങളുടെ ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ നിങ്ങൾ തുടർന്ന് കാണുക. ആ വ്യക്തി നിങ്ങളെ ഒരിക്കലും വിട്ടുപോകില്ല എന്ന ഒരു റീഡിങ്ങിലേക്കാണ് നാം വരുന്നത്. നമുക്ക് ഒന്നാമത്തെ പൈലായ 453 എന്ന് പറയുന്ന സംഖ്യയിലേക്ക് പോകാം. ആദ്യ പൈലും അതുതന്നെയാണ്. ആ വ്യക്തിക്ക് നിങ്ങളെ വിട്ടുപോകാൻ കഴിയില്ല. നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരിക്കലും ഒന്നാകാൻ കഴിയില്ല എന്നുള്ള ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഒരുമിച്ച് കണ്ടു, ഒരുമിച്ച് മനസ്സിൽ ആകർഷിക്കപ്പെട്ടു. ഒരുപാട് പ്രതിബന്ധങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കാതിരിക്കാനുള്ള അനവധി കാരണങ്ങളും അനവധി സംഭവവികാസങ്ങളും നിങ്ങൾക്ക് ഇടയിലുണ്ടായിരുന്നു. എന്നിട്ടും അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട്, അതിനെല്ലാം മാറ്റിക്കൊണ്ട് നിങ്ങൾക്കും ആ വ്യക്തിക്ക് ഒന്നായിട്ട് പോകാൻ സാധിച്ചു. നിങ്ങൾ ഒന്നായിട്ട് പോകുന്നൊരവസ്ഥയുണ്ടായി. ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് വച്ച ആഗ്രഹങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, അതുപ്രകാരം നിങ്ങൾക്കൊന്നാകാൻ കഴിഞ്ഞു. ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരു ഘട്ടത്തിലൂടെ കടന്നു വന്ന ഒരു ജീവിതം. പക്ഷേ ഒരുമിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നി ഒരു പടി കൂടി നിങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നു. ആ വ്യക്തിക്കും തോന്നിയിരിക്കാം. ഇടയിൽ വെച്ച് എവിടെയോ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചു പോകുന്നത് ഇഷ്ടമില്ലാത്ത ചില ആളുകൾ, അവർക്ക് നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് പോലും കണ്ടിരിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ രണ്ടായി പോകണം, നിങ്ങൾ വേർപിരിഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആ വ്യക്തികളുടെ മനസ്സ് നിങ്ങൾക്കിവിടെ ദൃശ്യമാണ്. ഒരിക്കൽ പോലും അവർക്ക് നിങ്ങളോടൊത്ത് പോകാൻ കഴിയില്ല എന്നാണ് ഈ തേർഡ് പാർട്ടികൾ ആയിട്ടുള്ള ആളുകൾ വിശ്വസിച്ചത്. അവർ വിചാരിച്ചു നിങ്ങൾ തകർന്നടിയുന്നൊരു വ്യക്തിയായിട്ട് മാറും. നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഒരിക്കലും സന്തോഷത്തോടെ പോകാൻ കഴിയില്ലെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷെ അവരുടെ പ്രവർത്തന ഫലങ്ങൾ, അവരുടെ ചിന്ത മാറിയപ്പോൾ, അവർക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് മുന്നോട്ട് പോയി ജീവിതത്തിൽ വിജയങ്ങൾ കൊയ്യുന്നത് കണ്ടപ്പോൾ, ജീവിതത്തിൽ കേവല സമാധാനമെങ്കിലും നിങ്ങൾക്കുണ്ടായത് കണ്ടപ്പോൾ ആ വ്യക്തികൾക്ക് അസൂയ തോന്നി. അവർ പലതരത്തിലുള്ള കിംവദന്തികളും പലതരത്തിലുള്ള പ്രതിസന്ധികളും നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷെ അവയൊന്നും വിജയിക്കുന്നില്ല. ചില മാനസിക വിഷമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അവ ഉണ്ടാക്കിയെന്നതിൻ്റെ അപ്പുറത്ത് അവർക്കൊരു വിജയവും ഉണ്ടാകുന്നില്ല. അവർ പരാജയപ്പെടുന്നു, നിങ്ങൾ വിജയിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പല സംഭവവികാസങ്ങളും ഉണ്ടാകുന്നത് അവർ നിങ്ങളുടെ ജീവിതത്തിൽ കുഴപ്പമുണ്ടാക്കിയതിന് ശേഷമാണ്. അത്രത്തോളം ദൃഢമായൊരു ബന്ധം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാവുകയും ചെയ്തു. അതായിട്ട് രണ്ടാമത്തെ സംഖ്യ 567 എന്ന് പറയുന്ന സംഖ്യ ഫൈലായി സ്വീകരിച്ച ഒരു റീഡിംഗാണ്. എല്ലാവരും കരുതിയിരുന്നത് നിങ്ങളും ആ വ്യക്തിയും ഒരിക്കലും ഒന്നിക്കില്ല എന്നാണ്. നിങ്ങൾക്കും ആ വ്യക്തിക്കും ഒരിക്കലും ഒന്നാകാൻ കഴിയില്ല. ഒരുപക്ഷെ അവർ അത്തരമൊരു നിഗമനത്തിലെത്തിയത് നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ജീവിതഗതിയെക്കുറിച്ച് കൃത്യമായി പഠിച്ചതുകൊണ്ടാണ്. മുന്നോട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പറയാൻ കഴിഞ്ഞില്ല. അതുവരെയുള്ള കാര്യങ്ങൾ, അവർ പറഞ്ഞതിന് മുൻപുള്ള കാര്യങ്ങൾ ശരിയായിരുന്നു. കാരണം നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരിക്കലും ഒരുമിക്കുകയില്ല, നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് പോവുകയില്ല എന്ന് അവർ ഗണിച്ചു. അത് സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് സത്യവുമായിരുന്നു. കാരണം നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ, നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരിക്കലും ഒരുമിക്കില്ല, ഒരിക്കലും ഒന്നാകില്ല, ഒരിക്കലും ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാകില്ല എന്ന് അവർ പറഞ്ഞത് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സത്യമായിരുന്നു. അങ്ങനെ നിഗമനത്തിലെത്താനേ സാധിക്കുമായിരുന്നുള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചതല്ല. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക്
ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു സ്നേഹം, പ്രണയം നിങ്ങളോടുണ്ടാകുന്നു. അങ്ങനെ ആ വ്യക്തി നിങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചതിൻ്റെ ഫലമായിട്ട് ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം ദൃഢമായി. നിങ്ങൾ കരുതിയിരുന്ന അല്ലെങ്കിൽ ആദ്യ സമയത്തുണ്ടായ ഇഷ്ടം, പ്രണയം, താല്പര്യം അത് വർദ്ധിക്കുകയല്ലാതെ അതിനൊരു കുറവുമില്ലാതെ മുന്നോട്ട് പോയി. അത് ലോകത്തെ എല്ലാവരെയും, നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവരെയും ആശങ്കപ്പെടുത്തുകയോ നിങ്ങളോട് സ്നേഹമുള്ളവരെ സന്തോഷിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ അതിനുശേഷം നിങ്ങൾക്കുണ്ടായ മുന്നേറ്റങ്ങൾ പറഞ്ഞ് കണ്ടെത്താൻ കഴിയുന്നതിലപ്പുറത്തായിരുന്നു. ഓരോ കാര്യത്തിനും നിങ്ങൾക്കുണ്ടായ മുന്നേറ്റം നിങ്ങളെ പോസിറ്റീവായിട്ടുള്ള ഒരു ശക്തിയിലേക്ക് നയിച്ചു. അതിനുശേഷവും ഇനിയും ഉണ്ടാകാനിരിക്കുന്നത് കൃത്യമായ മുന്നേറ്റങ്ങൾ തന്നെയാണ്. ഇനിയും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ജീവിതത്തിൽ വലിയ തരത്തിൽ ആളുകൾക്ക്, ചുറ്റുമുള്ളവർക്ക് അസൂയ തോന്നുന്ന രീതിയിലുള്ള അടുപ്പമുള്ളൊരു ബന്ധമായിട്ടത് മാറുന്നു. ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയൊരു ബന്ധം. അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിക്കില്ലായിരുന്നു. ഇടയ്ക്ക് അല്ലെങ്കിൽ തുടക്കത്തിലുണ്ടായ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ചില പ്രശ്നങ്ങളും അഭിപ്രായ ഭിന്നതകളെയും കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. കാരണം അതെല്ലാം മറനീക്കിപ്പോവുകയും അതൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചവർക്ക് തന്നെ അത് പാരയായി മാറുകയും ചെയ്യും. നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാകില്ല. നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരിക്കലും രണ്ടാകുകയില്ല, പിരിയുകയില്ല. അതിന് കൃത്യമായ തെളിവുകളുണ്ട്. കാരണം നിങ്ങളുടെ ജീവിതഗതിയിലെ ഈ സംഖ്യ തന്നെ നോക്കിയാൽ നിങ്ങൾക്കറിയാൻ കഴിയും. അത് വർദ്ധിച്ചു വരികയാണ്. അത് ഇഷ്ടവും ആത്മാർത്ഥതയും പ്രണയവുമാണ് വർദ്ധിച്ചു വരുന്നത്. അതിനൊരു അവസാനമില്ല. അതിനാർക്കും തോൽപ്പിക്കാനും കഴിയില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.